അഹങ്കാരിയുമായി മാറി. താനാണ് സർവചരാചരങ്ങളിലും അതിശക്തനെന്ന് സ്വയം പ്രഖ്യാപിച്ചു. ദേവന്മാരെയും
അവസരം കാഴ്ചവെക്കുന്ന കലോപഹാരം പഴമുതിർച്ചോടെ.
Come on,
കക്കമ്മത്തിലെ കാറ്റിൻ കൊണ്ടതോ കണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൂട്ടടി പൂഞ്ചോലേ പാടം പൂത്തടവിഞ്ചോടി പൂവരമ്പിൽ വാടി കന്നി മകന്തേ പാവൻ കാട്ടുകി വച്ചോടും കാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ താനക 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 താതിരോ താനക 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 താതിരോ കാട്ടമലയിലെ കൈക്കമ്മത്തിലെ കാറ്റിൻ കൊണ്ടതോ കണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം പൊട്ടടി പൂഞ്ചാലേ ശിവനാഗ ശൈവീശ്വരി. മഹാദേവന്റെ ശിഷ്യയാണ് ശൈവീശ്വരി. സ്വർഗത്തിലൂടെ ഒഴുകിയിരുന്ന നദിയാണ് ഗംഗ. ഭഗീരഥൻ എന്ന അസുരരാജൻ തന്റെ പൂർവ്വ പിതാമഹന്മാരുടെ പാപം തീർക്കുവാനായി കഠിന തപം ആരംഭിച്ചു. സ്വർഗത്തിലൂടെ ഒഴുകുന്ന ഗംഗാ നദിയെ എങ്ങനെയും ഭൂമിയിലെത്തിക്കുക, ഇതായിരുന്നു തപസ്സിന്റെ ഉദ്ദേശം. എന്നാൽ ഗംഗ സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ പതിച്ചാൽ അതിന്റെ ആഘാതം തടുക്കുവാൻ ഭൂമിക്കാവില്ല. ഇതറിഞ്ഞ മഹാദേവൻ ഗംഗയെ തന്റെ ജടയിൽ ബന്ധനസ്ഥനാക്കി. ഭൂമിക്ക് നാശം വിതയ്ക്കുവാൻ തീരുമാനിച്ച ഭഗീരഥനെ മഹാദേവൻ വധിക്കുവാൻ തീരുമാനിച്ചു. കാൽപാദം ഭൂമിയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഒരു ശക്തിക്കും തന്നെ വധിക്കുവാൻ സാധിക്കില്ല എന്നറിയുന്ന ഭഗീരഥൻ മഹാദേവനെ പരിഹസിച്ചു. ഇത് മുൻകൂട്ടി അറിയുന്ന മഹാദേവൻ ഭഗീരഥന്റെ പരിഹാസത്തിൽ കോപം കൊണ്ട് ജ്വലിച്ചു. മഹാദേവന്റെ പ്രിയ ശിഷ്യയായ നാഗശൈവീശ്വരിയോട് തന്റെ ആജ്ഞപ്രകാരം ഗർജിക്കുന്ന സിംഹത്തിന്റെ തലയിൽ ചവിട്ടി നിന്നുകൊണ്ട് ഭഗീരഥനെ വധിക്കുവാൻ പരമശിവൻ ആജ്ഞാപിക്കുന്നു. ഭഗവാന്റെ ആജ്ഞപ്രകാരം ശൈവീശ്വരി ദേവി ഭഗീരഥനെ വധിക്കുവാനായി പുറപ്പെട്ടു. അഹങ്കാരിയും ധിക്കാരിയുമായ അസുരരാജ, നമ്മുടെ കൈകൊണ്ട് മരിക്കുവാൻ നീ ഒരുങ്ങിക്കൊള്ളുക. പരമശിവന്റെ ആജ്ഞയും കേട്ട് നമ്മെ വധിക്കുവാൻ ഭൂമിയിലേക്ക് ഇറങ്ങിത്തിരിച്ച നാഗശൈവീശ്വരി, എങ്കിലിതാ നീ കേട്ടുകൊള്ളൂ. ഭൂമിയിൽ നിന്നുകൊണ്ട് ഒരു ദുഷ്ടശക്തിക്കും നമ്മെ വധിക്കുവാൻ സാധിക്കില്ല. എങ്കിലിതാ നീ കണ്ടുകൊള്ളൂ നമ്മുടെ കൈകൊണ്ടുള്ള നിന്റെ മരണം എപ്രകാരമെന്ന്.
പരമശിവന്റെ ആജ്ഞാനുസരണം ദേവി ഭദ്ര ദാരികന്റെ മാസഫലമായ കാളികയെയും ഭദ്രകാളിയും ദാരികനുമായി പൊരിഞ്ഞ യുദ്ധം നടന്നു. 7 രാവും 11 യുദ്ധം. ആ യുദ്ധത്തിൽ ദാരികന്റെ ബലവീര്യമെല്ലാം കുറഞ്ഞുപോയി. ഭദ്രകാളി ദാരികന്റെ മുടി ചുറ്റിപ്പിടിച്ച് ചുഴറ്റി. 7 ലോകങ്ങളും ഉണർന്നിരിച്ചു. ദാരികയുടെ കുറ്റിത്തും കന്യകളാത്ത ഭദ്രകാളിയെ ശാന്തസ്വരൂപിണിയാക്കുവാൻ ഭഗവാൻ മഹാദേവൻ ഭദ്രകാളിയുടെ യാത്രാവഴി തന്റെ നെഞ്ചിൽ ചവിട്ടിയ ഭദ്രകാളി ശാന്തരൂപിയാണെന്നറിയാനുള്ള പരമശിവൻ ദേവിയുടെ യാത്രയ്ക്ക് വിഘ്നമായി. ഭഗവാന്റെ നെഞ്ചിൽ ചവിട്ടിയ ഭദ്രകാളി ദേവി ഇന്നലെ ശാന്തരൂപിണിയായ ശ്രീ ശിവവിശ്വേശ്വരി ദേവിയായ ആർട്ടിസ്റ്റ് പ്രമോദ് ചന്ദ്രൻ അവതരിപ്പിച്ചതായ ശ്രീ ശിവവിശ്വേശ്വരി വിവാഹത്തിന് വരവേറ്റത് പരമശിവൻ തന്റെ ഭീകരമായ ഗണങ്ങളോടും ഭൂതപ്രേതങ്ങളോടും കൂടിയായി. ഈ ദൃശ്യം കണ്ട പാർവതി ദേവിയുടെ മാതാപിതാക്കളും ഉൾപ്പെടെയുള്ളവരും ഭയപ്പെട്ടു. അപ്പോൾ ഭഗവതി പാർവതി ദേവി എല്ലാവരുടെയും ഭയം തീർക്കുവാൻ ചന്ദ്രകണ്ഠ ദേവിയുടെ രൂപം സ്വീകരിച്ചു. ചന്ദ്രകണ്ഠ ദേവിയുടെ തേജസ് കണ്ട് എല്ലാവരുടെയും ഭയം അപ്രത്യക്ഷമായി.
അതിപ്രതാപിയായ മൂകാസുരൻ മഹാദേവനെ ധ്യാനിച്ചു, ശക്തികൾ പ്രാപിച്ചു. തന്റെ ശക്തികൾ ഉപയോഗിച്ച് 3 ലോകങ്ങളും കീഴടക്കുവാനുള്ള ദുസ്സാഹസവും അവനിലുണ്ടായി. മൂകാസുരന്റെ അക്രമങ്ങൾ വർദ്ധിച്ചു വന്നപ്പോൾ ഇന്ദ്രദേവാദികളും സപ്തർഷികളും അമ്മ മഹാമായ പാർവതി ദേവിയും അഭയം പ്രാപിച്ചു. ഇന്ദ്രദേവാദികളുടെയും സപ്തർഷികളുടെയും ദയനീയത മനസ്സിലാക്കിയ ദേവി ശക്തി സ്വരൂപമായ വീരഭദ്രയായി മൂകാസുരനെ വധിച്ചു. മഹാദേവൻ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശൈവസാധുക്കൾ എന്നറിയപ്പെടുന്ന അഘോരികൾ തങ്ങളുടെ മഹാദേവനെ ദർശിക്കുവാൻ കൈലാസത്തിലെത്തി. എന്നാൽ മഹാദേവനെ ദർശിക്കുവാൻ തന്റെ വാഹനമായ നന്ദികേശൻ അവരെ അനുവദിച്ചില്ല. താന്ത്രികാചാര അനുഷ്ഠാനങ്ങളിൽ അനുചിതമാണ് അവരുടെ ജീവിതം. ജനയേന്തിയ താടിയും മുടിയും കപാലവും ത്രിശൂലവും കയ്യിലേന്തി ഭീഷണിയുള്ള കണ്ണുകളും ദേഹത്തിൽ ചുടലഭസ്മവും പൂശി മഹാദേവനെ സംപ്രീതനാക്കുവാൻ വേണ്ടി ആനന്ദ നടനമാണ്. ധ്യാനത്തിൽ നിന്നും ഉണർന്ന മഹാദേവൻ തന്റെ 5ാമത്തെ അവതാര രൂപമായ അഘോരി രൂപം സ്വീകരിച്ച് അവരോടൊപ്പം ചേർന്ന് ആനന്ദ നൃത്തമാണ്.
ദൃശ്യവിസ്മയം. നരകാസുരവധം. ലോഹം കൊണ്ടുള്ള ഒരു ആയുധവും കൊണ്ട് മരണമില്ലാത്ത അജയ്യനായ നമ്മെ നീ വധിക്കുമെന്നോ? ഹേ ത്രിപുരാസുര, ത്രിലോകങ്ങളെയും നരകതുല്യമാക്കിയ നിന്നെ നാം ഈ നരകത്തിൽ വെച്ച് തന്നെ ഭസ്മമാക്കുന്നു. पावनाङ्घ्रिपङ्कजं व्यालयज्ञसूत्रमिन्दुशेखरं कृपाकरं नारदादियोगिवृन्दवन्दितं दिगम्बरं काशिकापुराधिनाथ कालभैरवं भजे. कालभैरवं भजे. भानुकोटिभास्वरं भवाब्धितारकं परं नीलकण्ठमित्रितार्थदायकं त्रिलोचनं कालकालमम्बुजाक्षमक्षशूलमक्षरं काशिकापुराधिनाथ कालभैरवं भजे. शूलटङ्कपाशदण्डपाणिमादिकारणं श्यामकायमादिदेवमक्षरं निरामयं नीलविक्रमं प्रभुं विचित्रताण्डवं प्रियं काशिकापुराधिनाथ कालभैरवं भजे. मुक्तिदायकं प्रशस्तचारु विग्रहं भक्तवत्सलं स्थितं समस्तलोकविग्रहं विनिर्वणन् मनोज्ञेम किङ्किनीलसत्कटिं काशिकापुराधिनाथ कालभैरवं भजे. धर्मसेतुपालकं धर्ममार्गनाशकं धर्मपाशमोचकं धर्मदायकं विभुं वर्णवर्णशेषपाशशोभितमङ्गलं काशिकापुराधिनाथ कालभैरवं भजे. कालभैरवं भजे. रत्नपादुका कालभैरवं भजे. कालभैरवं भजे. भूतसङ्गनायकं विशालकीर्तिदायकं काशीवासलोकपुण्यपापशोधकं विभुं कीर्तिमार्गकोविदं पुरातनं जगत्पतिं काशिकापुराधिनाथ कालभैरवं भजे. कालभैरवं भजे.